നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറാൻ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. കേസിൽ ഏറെ നിർണായകമാണ്. ജില്ലാ സെഷൻസ് ജഡ്ജി നടത്തിയ ഈ അന്വേഷണം 3 തവണ മെമ്മറി കാർഡിൽ നടത്തിയ പരിശോധനയിലാണ് അതിജീവിത സംശയമുന്നയിച്ചത്. ദിലീപിന്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് തള്ളിക്കൊണ്ടാണ് അതിജീവിതയ്ക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ കോടതി ഉത്തരവിട്ടത്. 2018 ജനുവരി 9 രാത്രി 9:58, 2018 ഡിസംബർ 13 രാത്രി 10:58 എന്നീ സമയങ്ങളിൽ നടത്തിയ പരിശോധന അനധികൃതമാണ് എന്നതാണ് അതിജീവിതയുടെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. 2021 ജൂലൈ 19 പകൽ 12:19 മുതൽ 12:54 വരെ നടത്തിയ പരിശോധന സംബന്ധിച്ചും സംശയം ഉന്നയിച്ചിരുന്നു. ഈ 3 സമയത്തടക്കം കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചുള്ള അന്വേഷണമാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് നടത്തിയത്. ഈ അന്വേഷണത്തിൽ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചെന്ന് കണ്ടെത്തിയാൽ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. റിപ്പോർട്ടിൽ തുടർ നടപടി ഇല്ലെങ്കിൽ വീണ്ടും അതിജീവിതയ്ക്ക് നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാം. അതുകൊണ്ട് തന്നെ അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയുടെ കയ്യിൽ കിട്ടുന്നത് ഏറെ നിർണായകമാണ്. കോടതി കസ്റ്റഡിയിൽ ഇരിക്കെ നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതെന്നാണ് പരാതി. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുള്ള അപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി തള്ളിയതിനു പിറകെയാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത്. മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചത് ആരെന്ന് അറിയാനുള്ള തന്റെ അവകാശം ലംഘിക്കുകയാണ് എന്നായിരുന്നു ഉപഹർജിയിലെ വാദം. എന്നാൽ റിപ്പോർട്ട് രഹസ്യരേഖയാക്കണമെന്നും പകർപ്പ് നടിക്ക് കൈമാറരുത് എന്നുമായിരുന്നു ദിലീപ് കോടതിയെ അറിയിച്ചത്. ഈ ആവശ്യം തള്ളിയ ജസ്റ്റിസ് കെ ബാബുവാണ് അതിജീവിതയ്ക്ക് പകർപ്പ് നൽകാൻ ഉത്തരവിട്ടത്. എന്താണ് നടിയെ ആക്രമിച്ച കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സംഭവം നടന്നിട്ട് ഇന്നേക്ക് 7 വർഷം പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നിട്ടും കേസ് എങ്ങും എത്താതെ നട്ടം തിരിയുകയാണ്. ആക്രമിക്കപ്പെട്ട നടി തനിക്ക് കിട്ടേണ്ട നീതിക്കായി കോടതികൾ കയറിയിറങ്ങുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സംഭവിച്ച കേസ് പരിശോധിച്ചു നോക്കൂ. തൻ്റെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ആരാണ് പരിശോധിച്ചത്? അത് ആരാണെന്ന് കണ്ടെത്താൻ കോടതി ഉത്തരവിട്ടപ്പോൾ അതിൻ്റെ ഒരു രേഖയും നടിയുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ കേസിലെ 8ാം പ്രതിയായ ദിലീപിൻ്റെ ശക്തമായ വാദം. ഇതൊക്കെ എന്തൊരു അനീതിയാണ്! ജയിലിൽ തിരികെ പോകാതിരിക്കാൻ അവസാന അടവും പുറത്തെടുത്ത് വമ്പൻ നീക്കങ്ങളാണ് കേസിലെ 8ാം പ്രതി ദിലീപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കയ്യിൽ കാശുള്ളവൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ കാശില്ലാത്തവൻ്റെ അവസ്ഥ എന്തായിരിക്കും?